MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ലാ ലീഗ മത്സരത്തിൽ റയൽ മാഡ്രിഡ് മല്ലോർക്കയെ 2-1 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ കളിയുടെ ആദ്യ പകുതിയിൽ മല്ലോർക്കയുടെ മുന്നേറ്റമായിരുന്നു. മത്സരം ആരംഭിച്ച 11-ാം മിനിറ്റിൽ മല്ലോർക്കയുടെ മാർട്ടിൻ വാൽജന്റ് ഹെഡർ ഗോളിലൂടെ ടീമിനെ മുന്നിലെത്തിച്ചു. ഈ ഗോളിന് ശേഷം മല്ലോർക്ക പ്രതിരോധത്തിൽ ശക്തമായി നിലകൊണ്ടു. റിയൽ മാഡ്രിഡ് നിരവധി ആക്രമണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും മല്ലോർക്കയുടെ ഗോൾ കീപ്പർ ലിയോ റോമൻ മികച്ച സേവുകളിലൂടെ മല്ലോർക്കയെ രക്ഷിച്ചു. കളിയുടെ രണ്ടാം പകുതിയിൽ റയൽ മാഡ്രിഡിന്റെ തിരിച്ചുവരവ് ആയിരുന്നു റയൽ കാണികൾ കണ്ടിരുന്നത്. മത്സരത്തിന്റെ 68-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ 3 പ്രതിരോധക്കാരെ മറികടന്ന് സമനില ഗോൾ നേടി. ഇത് എംബാപ്പയുടെ ഈ സീസണിലെ 40-ാമത്തെ ഗോളാണ്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയപ്പോൾ 95-ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ യുവതാരം ജേക്കബ് റാമോൺ വിജയ ഗോൾ നേടി. ഈ താരം ഒരു യുവ പ്രതിരോധ താരമാണ്. ജേസസ് വലാജിയുടെ അസിസ്റ്റ് ഉപയോഗിച്ച് റാമോൺ ഗോളടിച്ചു. ഇത് റാമോണിന്റെ സീനിയർ ടീമിനായി നേടിയ ആദ്യ ഗോളും കൂടിയാണ് ഇത്. ഈ മത്സരത്തിന്റെ പ്രധാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ പന്ത് കൈവശം വെച്ചിരിക്കുന്നത് ഇത് റയൽ മാഡ്രിഡ് തന്നെയാണ്. 72% റയലിന്റെ കൈവശമായിരുന്നു. എന്നാൽ മല്ലോർക്കയുടെ കൈവശമുള്ളത് വെറും 28% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് 39ഉം മല്ലോർക്ക വെറും 4 മാത്രമാണ്. എന്നാൽ ഈ കളിയിലെ ഏറ്റവും പ്രധാന കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മല്ലോർക്കയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ലിയോ റോമന്റെ സേവുകളാണ്. 10 സേവുകളാണ് ഈ താരം ഇന്നത്തെ മത്സരത്തിൽ നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് കളി കാണാനെത്തിയ പ്രേക്ഷകരോട് നോക്കുകയാണെങ്കിൽ 60,753 കാണികളാണ് ഇന്നത്തെ മത്സരം കാണാനെത്തിയത്. ഈ വിജയത്തോടെ റിയൽ മാഡ്രിഡ് ലാ ലീഗ കിരീടം നേടാനുള്ള സാധ്യത നിലനിർത്തി. ബാഴ്സലോണ 4 പോയിന്റിന് മുൻതൂക്കത്തിൽ തുടരുന്നു. എന്നാൽ അവർക്ക് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത മത്സരത്തിൽ നേപ്പോളിനെതിരെ ബാഴ്സലോണ വിജയിച്ചാൽ അവർ കിരീടം ഉറപ്പാക്കും. ഇന്ന് കിലിയൻ എംബാപ്പെ മത്സരത്തിൽ സമനില ഗോൾ നേടി. സീസണിലെ 40-ാമത്തെ ഗോളാണ് ഇത്. അതുപോലെ തന്നെ ജേക്കബ് റാമോൺ 95-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി. ഇത് ഈ താരത്തിന്റെ സീനിയർ ടീമിനായി ആദ്യ ഗോളാണ് ഇത് നേടുന്നത്. ലിയോ റോമൻ മത്സരത്തിൽ 10 മികച്ച സേവുകൾ നടത്തി. മല്ലോർക്കയ്ക്ക് വേണ്ടി ടീം പരാജയപ്പെട്ടെങ്കിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ ലിയോ റോമന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിലെ വിജയത്തോടെ റയൽ മാഡ്രിഡ് ലാ ലീഗ കിരീടം നേടാനുള്ള സാധ്യത ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. ബാഴ്സലോണയുടെ അടുത്ത മത്സരഫലം ടൈറ്റിൽ നിർണായകമാകും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.